അത്യന്തം ദുഃഖകരമായ അവസ്ഥയിലൂടെയാണ് നാട് കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ അർജുനെ അനുഗമിച്ച് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മൃതദേഹം അല്പസമയത്തിനകം, നിമിഷങ്ങൾക്കകം തന്നെ വീട്ടിലേക്ക് എത്തിച്ചേരും എന്നതാണ്. അതായത് നാട് കാത്തിരുന്നത് അർജുനെ സുരക്ഷിതനായി ജീവനോടെ ലഭിക്കുന്നതിന് വേണ്ടിയായിരുന്നു ആദ്യ ദിവസങ്ങളിൽ. പക്ഷേ അതിലൊരു കാലതാമസം വന്നതോടുകൂടി തന്നെ നിരാശയിലേക്ക് പോയതാണ് ആളുകൾ. പിന്നീട് അവർ പ്രാർത്ഥിച്ചത് അർജുനെ കണ്ടെത്തണം എന്നതാണ്. അതിനും കാലതാമസം, അതായത് കാലാവസ്ഥ വലിയ വെല്ലുവിളിയായി നിന്നു. നമുക്കറിയാവുന്നതാണ്, നമ്മൾ കണ്ടതാണ് ദൃശ്യങ്ങളിലൂടെയൊക്കെ. ഗംഗാവലിയിലെ ഒഴുക്കും കനത്ത മഴയും ഒക്കെ കണ്ടതാണ്. അപ്പോൾ പിന്നീട് കുടുംബത്തിൻ്റെതായാലും നാട്ടുകാരുടേതായാലും കേരളക്കാരുടെ ഒന്നടങ്കമായാലും അർജുനെ ഏതെങ്കിലും വിധത്തിൽ കണ്ടെത്തണം എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഉണ്ടായിരുന്നത്. ആ കുടുംബത്തെ സംബന്ധിച്ച് വലിയ ആശ്വാസമായി മാറുകയും അതുതന്നെയാണെന്നതാണ്. കാരണം മരിച്ചു എന്ന് വിശ്വസിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ശേഷിപ്പ് ലഭിക്കേണ്ടതായി ഉണ്ടായിരുന്നു. അവർക്ക് അന്ത്യക്രിയ ചെയ്യേണ്ടതായി ഉണ്ടായി എന്നതാണ്. അങ്ങനെ 72-ാം ദിവസമാണ്, നാളുകൾ നീണ്ട തിരച്ചിലിനും പരിശ്രമത്തിനും ഒടുവിൽ 72-ാം ദിവസമാണ് അർജുനെ ഗംഗാവലി പുഴ കാട്ടി നൽകുന്നത് എന്നതാണ്. അതിൻ്റെ ആഴങ്ങളിൽ ഒളിപ്പിച്ച ലോറിയും ലോറിയുടെ ക്യാബിനിൽ ആ അപകടം നടക്കുന്ന സമയത്ത് അർജുൻ എങ്ങനെയാണോ ഇരുന്നത് ആ വിധത്തിൽ മൃതദേഹ അവശിഷ്ടങ്ങളുമാണ്, ഭാഗങ്ങളുമാണ് കിട്ടിയത്. പിന്നീട് DNA പരിശോധനാ ഫലം പൂർത്തിയാകുന്നതിനുള്ള കാത്തിരിപ്പായി. ഒരു ഘട്ടത്തിൽ കുടുംബം പറഞ്ഞിരുന്നത് DNA പരിശോധനയുടെ ആവശ്യമില്ല, അത് നമ്മുടെ അർജുൻ തന്നെയാണ് എന്നതായിരുന്നു. വളരെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്നതായിരുന്നു. പക്ഷേ നിയമപരമായ നടപടിക്രമങ്ങളാണ്. DNA പരിശോധന കൂടിയേ തീരൂ എന്നതായി. 2 ദിവസം വേണ്ടി വന്നു പരിശോധനാ ഫലം ലഭിക്കുവാൻ. ഇന്നലെ വൈകിട്ടോടെ ഫലം വരികയും അർജുൻ തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയും കുടുംബത്തിന് മൃതദേഹ ഭാഗം കൈമാറുകയുമാണ് ചെയ്തിരുന്നത്. നേരെ കാർവാരിലെ ആശുപത്രിയിൽ നിന്ന് മൃതദേഹ ഭാഗങ്ങളുമായി ആംബുലൻസ് നാട്ടിലേക്ക് പുറപ്പെട്ടു. ഏകദേശം ഒരു 6 മണിയോടുകൂടിയാണ് കോഴിക്കോട് ജില്ലാതിർത്തിയിൽ ആംബുലൻസ് എത്തിച്ചേർന്നത്. അവിടെ വെച്ച് മന്ത്രി കെ ശശീന്ദ്രനും ജില്ലാ കളക്ടറും ഒക്കെ ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി നേരെ പിന്നീട് യാത്ര പുറപ്പെട്ടു. വഴിയിലുടനീളം ഒരുപാട് പേരാണ് അർജുനെ കാണുന്നതിന് വേണ്ടി, അവസാനമായി കാണുന്നതിന് വേണ്ടി കാത്തു നിന്നിരുന്നത് എന്നതാണ്. അത്രത്തോളം വൈകാരികമായ ഒരാളായി, ഒരു വ്യക്തിയായി ജനങ്ങൾക്കിടയിൽ അർജുൻ മാറി എന്നത് തന്നെയാണ്. പിന്നീട് പൂളാടിക്കുന്നിൽ 100 കണക്കിന് ആളുകൾ കാത്തുനിന്നു അവിടെ. പക്ഷെ ആംബുലൻസ് നിർത്തിയില്ല, വേഗം കുറച്ച് അവർക്ക് അർജുനെ കാണുന്നതിന് വേണ്ടി സൗകര്യമൊരുക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. ശേഷം നേരെ അർജുൻ്റെ ജന്മനാട്ടിലേക്ക് കണ്ണാടിക്കലിലേക്ക് വരികയാണുണ്ടായത്. കണ്ണാടിക്കൽ ബസാറിലും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഉള്ള ജനസഞ്ചയമാണ് അർജുനെ കാത്ത് നിന്നിരുന്നത്. അവരും അർജുനെ അവിടെ വെച്ച് ഏറ്റുവാങ്ങി. പിന്നീട് ഇപ്പോൾ ഈ മൃതദേഹം വിലാപയാത്ര വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം, നിമിഷങ്ങൾക്കകം തന്നെ കാത്തു നിൽക്കുന്ന കുടുംബത്തിന്, അർജുൻ്റെ അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും മകനും സഹോദരിക്കും സഹോദരനും അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ മുൻപിലേക്ക് അർജുൻ എത്തുകയാണ്. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. വീടിന് തൊട്ടടുത്തായി എത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ്. അപ്പം നമ്മൾ പറഞ്ഞ ഈ വരുന്ന വഴിയിൽ എല്ലായിടത്തും കാത്തുനിന്ന ആളുകൾ ഈ ആംബുലൻസിനെ അനുഗമിച്ചതിന് തൊട്ടു പിന്നാലെ ആയിരക്കണക്കിനായി വരുന്ന ജനക്കൂട്ടമായി കൂടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് കൂടി അർജുനെ കാണുന്നതിന് വേണ്ടി പൊതുദർശനമുണ്ട്. അതിനുശേഷമാണ് വീടിനോട് ചേർന്ന് പുറകിലായി ഒരുക്കിയിട്ടുള്ള സ്ഥലത്ത് സംസ്കാരം നടത്തുക. ഈശ്വർ മാൽപ്പെ ആംബുലൻസിൽ തന്നെയുണ്ട്. ഈശ്വർ മാൽപ്പെ ആരും തന്നെ ആ ഗംഗാവലി പുഴയിൽ ഇറങ്ങാൻ മടിച്ചു നിന്ന സമയത്ത് പുഴയിലിറങ്ങി. പക്ഷേ ആഴങ്ങളിലേക്ക് ആദ്യഘട്ടത്തിൽ പോകാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ആദ്യമേ ആ പുഴയിൽ ഇറങ്ങിയ ഒരു വ്യക്തിയാണ് ഈശ്വർ മാൽപ്പെ. ഇവിടെ വന്ന് അർജുൻ്റെ അച്ഛനമ്മയും കണ്ട് കഴിവതും വിധത്തിൽ മകനെ കണ്ടെത്തുന്നതിന് വേണ്ടി താൻ പരിശ്രമിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. അപ്പോൾ ഈശ്വർ മാൽപ്പെ അർജുൻ്റെ മൃതദേഹമുള്ള ആംബുലൻസിൽ ഒപ്പം തന്നെയുണ്ട്. ആ കുടുംബത്തിന് നൽകിയ ഉറപ്പെന്ന വണ്ണം അദ്ദേഹവും വന്നിട്ടുണ്ട്. കാർവാർ MLA ഉണ്ട്. കാർവാറിൽ നിന്നുള്ള കുംത്തയിൽ നിന്നൊക്കെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ കൂടി അർജുനെ അനുഗമിക്കുന്നുണ്ട് എന്നതാണ്. അപ്പോൾ നമ്മുടെ ജനപ്രതിനിധികൾ, നമ്മുടെ മന്ത്രി കെ ശശീന്ദ്രൻ ഒപ്പം തന്നെ സ്വീകരിച്ച്, ഒപ്പം തന്നെ
വീട്ടിലേക്ക് കൂടി വന്നിട്ടുണ്ട്. ജില്ലാ കളക്ടറുണ്ട്, മറ്റ് ജനപ്രതിനിധികൾ, കോഴിക്കോട് മേയറായാലും MLA ആയാലും ഒക്കെ തന്നെയുണ്ട്. അങ്ങനെ ആളുകൾ കൂടുതലായി അർജുനെ കാണാനെത്തുന്നു. പരമാവധി കഴിവതും വിധത്തിൽ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ, ചേർത്ത് നിർത്താൻ പരിശ്രമിക്കുകയാണ് ഓരോരുത്തരും. മൃതദേഹം അല്പസമയത്തിനകം തന്നെ വീട്ടിലേക്ക് എത്തുകയാണ്. ആളുകൾ ഈ ആംബുലൻസിനൊപ്പം വിലാപയാത്രയായി വീട്ടിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പൂജ. അർജുൻ ആരായിരുന്നു എന്ന് മാത്രമല്ല, മലയാളികൾക്കൊന്നാകെ അർജുൻ ആരായിരുന്നു എന്നതിൻ്റെ ഉത്തരം അർജുൻ്റെ വീട്ടിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഓരോ മനുഷ്യരും നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അർജുൻ. നമ്മളിൽ ഒരാളാണ് അർജുൻ. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, ഒരു ദുരന്തമുണ്ടാകുമ്പോൾ മലയാളികൾ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നുണ്ട്. നമ്മൾ ഓരോ ഘട്ടത്തിലും അത് കണ്ടതാണ്. പ്രളയമുണ്ടായപ്പോൾ, കോവിഡ് വന്നപ്പോൾ, ഷിരൂരിൽ അർജുനു വേണ്ടിയിട്ട്, വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അവരെല്ലാവരും നമ്മളുടെ ആരൊക്കെയോ ആയി മാറുകയാണ്. ഇവിടെ ഷിരൂർ ദുരന്തത്തിൽ അകപ്പെട്ട, ജീവൻ പൊലിഞ്ഞ അർജുൻ മാത്രമല്ല, വയനാട്ടിലെ ഓരോ മനുഷ്യരെയും ഇതിനുശേഷം നമ്മൾ ചേർത്ത് പിടിച്ചതാണ്. ഇവിടെയും അങ്ങനെയാണ്. അർജുന് വേണ്ടിയിട്ട് എല്ലാവരും ഒരേ മനസ്സോടുകൂടിയാണ് നിൽക്കുന്നത്. ആ കുടുംബത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അവർക്ക് കൂടുതൽ മുന്നിലേക്ക്, ഊർജ്ജത്തോടെ മുന്നിലേക്ക് പോകാനുള്ള ആ ഒരു ധൈര്യം മനസ്സിന് നൽകണമേ എന്ന് എല്ലാവരും ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്.